എങ്ങോട്ടാ പോകേണ്ടതെന്ന് നീ വേഗം പ്ലാൻ ചെയ്തോ. 4 ദിവസത്തേക്ക് ഇങ്ങോട്ട് കയറേണ്ടി വരില്ല. രാവിലെ ഹോസ്പിറ്റൽ വിട്ട് വണ്ടിയിൽ കയറുന്നതിനോടായിരുന്നു ആദിയുടെ ചോദ്യവും പറച്ചിലുമൊക്കെ. വീട്ടിലേക്ക് പോകണം. നിന്റെ വീട്ടിലേക്കോ? പോകാം. അല്ല, നമ്മുടെ വീട്ടിലേക്ക്. ആദ്യം ക്ഷീണം മാറട്ടെ. നീ അടുത്തുണ്ടെങ്കിൽ പിന്നെ എന്ത് ക്ഷീണം മിസ്സോ. നമുക്ക് പോകാം. ആദി, വേണ്ട, പറയുന്ന കേൾക്കണം. വഴക്കിട്ടാണ് വീട്ടിലെത്തിയതെങ്കിലും സകല കിളിയും കൂടണഞ്ഞ അവസ്ഥയിലായിരുന്നു പിന്നെ ആദി. നല്ലൊരു തലവേദന വന്നതോടെ ആവേശമെല്ലാം അങ്ങ് കെട്ടടങ്ങി. ഈ സരികിലിരുന്ന് നെറ്റിയൊഴിഞ്ഞ് ആശ്വാസത്തിലാണ് അവനൊന്ന് ഉറങ്ങിയത് തന്നെ. അതെ, ഒന്ന് എണീറ്റേ. കുറച്ച് സമയം കഴിഞ്ഞതും ഇസ വന്നവനെ തട്ടി വിളിച്ചു. എന്താ ഇസ കാര്യം? എനിക്കൊന്ന് ഉറങ്ങണം. മോള് പോയിട്ട് പിന്നെ വാ. ഇത്രയും നേരം പിന്നെ തലകുത്തി നിൽക്കുമായിരുന്നു ആദി. കൊഞ്ചാതെ എണീറ്റേ. എന്നിട്ടിതേ ഇതൊക്കെ കഴിച്ചിട്ട് കിടന്നു. ഒന്നും വേണ്ട കാന്തു, ഉറങ്ങിയാൽ മാത്രം മതി എനിക്ക്. ആദിയൊന്ന് കൊഞ്ചി നോക്കിയെങ്കിലും ഇസയുടെ വിരട്ടലിന് മുന്നിൽ അതൊന്നും വില പോയില്ല. ദേ ആദി, എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ. ഇക്കാക്ക് വല്ലാതെ തണുക്കുന്നടി ഈസവും. ആര് പറഞ്ഞു? നല്ല ചൂടാണല്ലോ. അവൾ ആദിയുടെ നെറ്റി തൊട്ടുകൊണ്ട് കള്ളച്ചിരി ചിരിച്ചു. എടി, എനിക്ക് തണുക്കുന്നുവെന്ന് ആദി നിസ്സഹായ ഭാവത്തിൽ പറഞ്ഞു. ചൂട് കഞ്ഞിയാണ്, ഇത് കുടിക്കുമ്പോൾ തണുപ്പൊക്കെ മാറിക്കോളും. ഈസയല്ലേ പറയുന്നേ. മാറിയില്ലെങ്കിലോ കാന്താരി ഡോക്ടറെ? ആദി എണീറ്റിരുന്ന് അവളുടെ കവളിൽ നുള്ളിക്കൊണ്ട് ചോദിച്ചു. എന്നിട്ടും മാറിയില്ലെങ്കിൽ വേറെ മരുന്നെൻ്റെ കയ്യിലുണ്ട്. ദീർഘശ്വാസമെടുത്ത് പറഞ്ഞ ശേഷം ഇസ അവനെ കഞ്ഞിയോട് കോരി കൊടുത്തു. ആദി, ഈ അസുഖം അത് മാറില്ലേ? ഇസമ്മയുടെ തോളിൽ ചാഞ്ഞിരുന്ന അവൻ്റെ കണ്ണുകൾ നടഞ്ഞു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മാറാതിരിക്കാം. എന്തേ ഇപ്പം ചോദിക്കാൻ? നിനക്കിതൊരു ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടോ? എന്നോടുള്ള ഈ സ്നേഹമൊക്കെ വേണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? വേണ്ടെന്ന് പറഞ്ഞ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഇക്ക വെള്ളമടി തുടങ്ങുവേ. ആദി, അങ്ങനെയൊന്നുമല്ല. കണ്ടു നിൽക്കുമ്പോൾ ആ സമയത്തെ പിടച്ചിൽ കാണുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക്. മനസ്സിൽ നിന്ന് പോവില്ല പിന്നെ അതുകൊണ്ടാ ചോദിച്ചേ. ബേബി, അതങ്ങനെയായിപ്പോയി. ടെൻഷനൊന്നും വേണ്ട കേട്ടോ. ഇതുകൊണ്ട് നിന്റെ ഇക്കാക്ക് പെട്ടെന്ന് ചാകത്തൊന്നുമില്ല. പോകുന്നുണ്ടോ എൻ്റെ അടുത്തുനിന്ന്? ഇസ വെറുതെയൊന്ന് തട്ടിമാറ്റിയതാണെങ്കിലും ബെഡിൽ നിന്ന് ആദി തറയിലേക്ക് വീണുപോയിരുന്നു. ആദി, എന്തേലും പറ്റിയോ? ഇസ ബെഡിൽ നിന്നും തല താഴേക്കിട്ട് ചോദിച്ചു. പറ്റാനിനിയൊന്നും ബാക്കിയില്ല പെണ്ണെ. ഇങ്ങനെ പോയാലേ നീ എൻ്റെ നട്ടെല്ലുകൊണ്ട് സൂപ്പുണ്ടാക്കി കുടിക്കും യക്ഷി. സോറി ആദി, ഇത്തവണ ശരിക്കും അറിയാതെ പറ്റിയതല്ലേ. നിന്നെ ഞാൻ. ആദി അവളെ കൂടി വലിച്ച് തറയിലേക്കിട്ട് അവളുടെ മുടിയിഴക്കുള്ളിൽ മുഖം ഒളിപ്പിച്ച് ചിരിച്ചു. അടുത്ത ദിവസം പനിയൊന്ന് കുറഞ്ഞെന്ന് കണ്ടതും ആദി അവളെയും കൂട്ടി കൊല്ലത്തേക്ക് തിരിച്ചു. ഒരു ദിവസം പോലും നിൽക്കാൻ സമ്മതമില്ലാതെയായിരുന്നല്ലോ അന്നത്തെ ഒളിച്ചോട്ടം. ഇസമ്മ പോകണ്ടെന്ന് പറഞ്ഞു എതിർത്തെങ്കിലും ആ എതിർപ്പ് അവൻ കാര്യമാക്കിയില്ല. വരാനുള്ളതൊന്നും വഴിയിൽ തങ്ങില്ലെന്നല്ലേ. ഉമ്മച്ചി, ദേ ഇസമ്മ വന്നൂട്ടോ. ഇസമ്മയുടെ തലവട്ടം കണ്ടതും കുഞ്ഞിപ്പ വിളിച്ചുകൂവി അകത്തേക്ക് ഓടി. ആഹാ, എന്താ ബഹുമാനം. ആദി കയ്യീസനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കൂടുതൽ കളിയാക്കാനൊന്നും നിൽക്കണ്ട. നിങ്ങളുടെ വീട്ടിലേക്ക് ഒരുപ്പം നിങ്ങളെ പേരല്ലേ വിളിക്കുന്നേ. ഞാനൊന്നും പറഞ്ഞില്ല. മൈ ഗോഡ്. അതാ നല്ലത്, ഇസ തഞ്ചത്തിൽ പറഞ്ഞു. എന്ത് നോക്കി നിൽക്കുന്നേ? ഇസമ്മയുടെ സങ്കേതത്തിലോട്ട് വലത് കാല് വെച്ച് കയറിക്കേ അങ്ങോട്ട്. വിൻഡോയിലെ കയറും ബെഡിനടിയിലെ കത്തിയും ബോംബുമൊക്കെ മോനെ കാത്തിരിക്കുവല്ലേ. ഇസ അകത്തേക്ക് കൈ കാണിച്ചു പറഞ്ഞു. ചെന്ന സമയം വീട്ടിൽ ഉപ്പയില്ലാതിരുന്നത് കൊണ്ട് ആദ്യ നേരെ മുറിയിലേക്ക് പോയി കിടന്നു. അതെ, ഇനി എനിക്ക് ഫുൾ റെസ്റ്റാണ്. നീയായി നിന്റെ വീടായി. ഞാൻ ഈ മുറിയിൽ തന്നെ ഉണ്ടാവും. ആദ്യം ഇവിടെ വന്നിട്ട് കണ്ടില്ലല്ലോ. ഫസൽ വന്നിട്ടും ആദ്യം താഴേക്ക് കാണാത്തത് കൊണ്ടുള്ള ചോദ്യമായിരുന്നു. അതിപ്പാ ആൾക്ക് നല്ല സുഖമില്ലായിരുന്നു. ഉറങ്ങിയിട്ടുണ്ടാവും. ഞാൻ വിളിക്കണോ? ആഹാ, എന്നിട്ടാണോ നീ ഇവിടെ വന്ന് വർത്താനം പറഞ്ഞ് നിൽക്കുന്നേ? ഇടക്കൊക്കെ ഒന്ന് പോയി നോക്കിക്കൂടെ ഈസ നിനക്കവനെ? അങ്ങനെയല്ല വേണ്ടത്. ഇപ്പോഴും പഴയ ശീലങ്ങളൊന്നും വിട്ടിട്ടില്ല അല്ലേ? ഇസമ്മയ്ക്ക് കിട്ടാനുള്ളത് കിട്ടിയതോടെ അവൾ ആദിയുടെ അടുത്തേക്ക് പോയി. പിന്നാലെ ഫസലും. മോൻ നല്ല ഉറക്കത്തിലല്ലേ, ഉറങ്ങിക്കോട്ടെ, വിളിക്കണ്ട. അതുതന്നെയല്ലേ ഞാനും പറഞ്ഞേ. ഇസ മുഖം താഴ്ത്തി നിന്ന് പെറുപെറുത്തു. എന്തേലും ഉണ്ടോലേ, എന്നോട് പറഞ്ഞാൽ മതി. അല്ല, ഇപ്പം മോന് വയ്യാണ്ട് നീ എന്തിനാ ഇങ്ങോട്ട് വരാൻ വേണ്ടി വാശി പിടിച്ചേ? എൻ്റെ ഉപ്പ, ഞാനല്ല, ഇങ്ങരുടെ മരുമോനായിരുന്നു വാശി. എന്തുണ്ടേലും എൻ്റെ തലയിൽ കയറുന്ന ശീലം ഇപ്പോഴും പോയിട്ടില്ല. കള്ളക്കിളവൻ. ഫസല തിരിഞ്ഞതിന് പിറകെ ഇസ വീണ്ടും പിറുപിറുത്തു. ഇസ, മോളെ. എന്താ ഉപ്പ? ആ ഗംഭീരമുള്ള ശബ്ദം കേട്ടതും ഇസ പൂച്ചയെ പോലെ പതുങ്ങി അടുത്ത് ചെന്നു.
ഈ കിളവൻ്റെ പൊന്ന് നീയല്ലേടി. നിന്റെ കുരുത്തക്കേട് കാരണം വഴക്ക് പറഞ്ഞൊരു ശീലമായി പോയി ഉപ്പാക്ക്. എത്ര നാൾ കൂടുമ്പോഴാ ചട്ടമ്പിയെ നിന്നെ ഒന്ന് കാണുന്നേ. അപ്പോഴെങ്കിലും രണ്ടെണ്ണം പറയണ്ടേ. ഇസയുടെ തോളിൽ കൈ ചേർത്ത് ഫസൽ അത് പറയുമ്പോൾ അവളുടെ മുഖത്ത് കുറുമ്പിൻ്റെ ചിരി തെളിഞ്ഞു വന്നു. എന്നെയല്ലാതെ ആരെയെ കിളവ നിങ്ങൾ വഴക്ക് പറയുക? പറഞ്ഞോട്ടോ. അല്ല, എനിക്കൊന്നും വാങ്ങിക്കൊണ്ട് വന്നില്ലേ? കൊണ്ടുണ്ടേ. ഉമ്മാനോട് ചെന്ന് തിരക്ക് എന്താ കൊണ്ടുവന്നീന്ന്. അവന് പനിയായതുകൊണ്ട് ഇനിയിപ്പോൾ എല്ലാം നിനക്ക് തന്നെ. അതാണ്. അല്ലെങ്കിൽ ഇങ്ങരുടെ മരുമോനത്തിരി പഞ്ചാര അസുഖം കൂടുതലാ. അതുകൊണ്ട് ചോക്ലേറ്റ് ഒന്നും അധികം കൊടുക്കണ്ട. അവൾ ചിരിച്ചുകൊണ്ട് കൈകുടഞ്ഞ് ഫസലിൻ്റെ തോളിൽ ചാരി. പിന്നെ ഫസൽ താഴേക്ക് പോയതും അവൾ ആദിക്കരികിൽ വന്നിരിപ്പായി. ഇസമ്മയുടെ ചെല്ലവാവേ, ഒന്ന് എണീക്കട മുത്തേ. അടങ്ങിയിരിക്കടി, ഒന്ന് ഉറങ്ങിക്കോട്ടെ. ആദി അവളുടെ കൈ തട്ടി മാറ്റി തിരിഞ്ഞു കിടന്നു. ആദി, ദേ കളിക്കാൻ നിൽക്കട്ടോ. നല്ല പനിയുണ്ട്, നമുക്ക് തിരിച്ചു പോകാം. അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല ഹോസ്പിറ്റൽ കാണിക്കാം. രണ്ടും വേണ്ട, നീ എൻ്റെ അടുത്ത് തന്നെ ഇരുന്നാൽ മാത്രം മതി. അപ്പോൾ പനി മാറുമോ ഡോക്ടറെ? ആദിയുടെ മൂക്കുന്നുള്ളിക്കൊണ്ട് അവൾ അവൻ്റെ മുഖം കയ്യിലെടുത്തു. പിന്നെ മാറും സിസ്റ്ററെ. ഇസ, ആദി, ദേ ഉമ്മച്ചി വിളിക്കുന്നു, ഇപ്പോൾ വന്നേക്കാമേ. പോവണ്ടടി. കൊഞ്ചല്ലേ, ഇപ്പോൾ വരാം ഞാൻ. താഴേക്ക് ഇറങ്ങി ചെന്നതും സഫിയ ചുക്ക് കാപ്പി ഉണ്ടാക്കി അവളുടെ കയ്യിൽ കൊടുത്തു. ചെറിയ പനിയാണേലേ, അതങ്ങ് മാറിക്കോളും. നീ ഇത് കൊണ്ടുപോയി മോന് കൊടുക്ക്. ഈസ അതുമായി മുറിയിലേക്ക് ചെന്നതും ആദ്യം അവളെ പിടിച്ചടുത്തിരുത്തി കൈകളാൽ ചുറ്റി വരിഞ്ഞു. എൻ്റെ ഉമ്മ, എന്താ മനുഷ്യ ഇത്? നിങ്ങളെന്നെ ഞെക്കിക്കൊല്ലുവോ? ദേ ഈ പിടിവിട്ട് ഇതങ്ങ് കുടിച്ചേ. പനിയൊക്കെ അന്റാർട്ടിക്ക കടക്കുന്ന ഉമ്മച്ചി പറഞ്ഞത്. എടി, നിൻ്റെ ഉപ്പ സ്മോക്കിംഗ് ചെയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ സ്വാഭാവികമായും അവളുടെ നെറ്റി ചുളിഞ്ഞു. ഒരെണ്ണം പോയി എടുത്തിട്ട് വാ. ഇല്ലെങ്കിലേ ഈ തണുപ്പിൽ ഞാൻ മരിച്ചു പോകും. തണുപ്പേ, അതല്ലേ പോകേണ്ടത്. അതിനിനി നിർത്തിയ ശീലമൊന്നും തുടങ്ങണ്ട. ഈ ഫാനും കൂളറുമൊക്കെ അങ്ങ് ഓഫാക്കിയാൽ മതി. ഇനി പുക വരുന്നതെങ്കിലും നിർബന്ധമുണ്ടെങ്കിൽ നല്ല ചുക്ക് കാപ്പിയാണ് മുന്നിലിരിക്കുന്നേ, എടുത്ത് കുടിച്ചോട്ടോ പ്ലീസ്. ആദി അവളുടെ കൈ പിടിച്ച് കെഞ്ചി. ആദി, ഞാൻ പറഞ്ഞതാണ് വയ്യെങ്കിൽ ഹോസ്പിറ്റൽ പോകാമെന്ന്. അല്ലാതെ ഒരു ദുരുദ്ദേശവും നടക്കില്ല. താനൊരു ഡോക്ടർ അല്ലേടോ. സംസാരത്തിനിടെ അവൾ ഒരിക്കൽ കൂടി കാപ്പി അവന് നേരെ നീട്ടി. ഈ സമയം നോക്കി പേടിപ്പിച്ചുകൊണ്ടായിരുന്നു ആദ്യം അതിൻ്റെ പകുതി വരെ കുടിച്ചത്. അയ്യോ, മതിയാക്കിയോ? മുഴുവൻ കുടിക്ക്, എന്നാലേ ഫലം കിട്ടൂ. കൊണ്ടുപോടി, ആദ്യ പുച്ഛഭാവത്തിൽ പറഞ്ഞു. നല്ല എരിവുണ്ടല്ലേ, കുരുമുളക് കൂടിപ്പോയി, അതാണ്. പ്ലീസ് ഇസ, നീ ചെന്നിട്ട്. നിവർത്തി കെട്ടതുപോലെ ആദ്യ വീണ്ടും അവളുടെ കയ്യിൽ പിടിച്ച് കെഞ്ചി. പുറത്ത് നല്ല മഴയും ഉണ്ടായിരുന്നു അന്നേരം. നടക്കില്ല, ഇസ തീർത്തു പറഞ്ഞു. സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറീസ് ടു ഹെൽത്ത് എന്ന് ഡോക്ടർക്ക് അറിയാവുന്നതല്ലേ. ശരി, ഇനി ആദ്യം വിളിച്ചു വാ. വന്നാൽ? അവൾ ആദിയുടെ മടിയിൽ കയറിയിരുന്ന് രണ്ടും കൽപ്പിച്ചുകൊണ്ട് ചോദിച്ചു. അപ്പോഴേക്കും അവൻ മുഖം തിരിച്ചു കളഞ്ഞു. എനിക്കെൻ്റെ ഉപ്പ സ്മോക്കിംഗ് ചെയ്യുന്നത് തന്നെ ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ വേണ്ട ആദി ഇതൊന്നും. മഴ, തണുപ്പ്, പനി. എണീറ്റ് പോടി മുന്നിൽ നിന്ന്. ശരി, പോയേക്കാം, പക്ഷെ ഞാൻ തിരിച്ചു വരും. അവൾ വാതിലിനരികിൽ തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു. ഇസമ തിരിച്ചുപോയി വരുമ്പോൾ അവളുടെ കയ്യിൽ അടിച്ചു മാറ്റിയ സിഗരറ്റും ലൈറ്ററും ഉണ്ടായിരുന്നു. ആദി പുതച്ചു മൂടി മഴയും കണ്ട് നിൽപ്പാണ്. പെട്ടെന്ന് അവൻ്റെ മൂക്കിൻ തുമ്പിൽ ചൂടുള്ള വെളിച്ചം വന്ന് തട്ടി. ഈ ഒരു പ്രാവശ്യം മാത്രം. ഇനി എന്നോടിത് ചോദിച്ചാലേ കെട്ടിയോനാണെന്ന് നോക്കത്തില്ല, പച്ചക്ക് കത്തിക്കും ഞാൻ. അവൻ്റെ ചിരി കണ്ടതും ഈ സമയം ചിരിയോടെ മഴയിൽ നോക്കി നിന്നു. ആദി, എന്തൊരു കിണുങ്ങല്. സിഗരറ്റ് വേണോ നിനക്ക്? യാ. ഒരെണ്ണം എടുത്ത് ഇരുത്തി വലിച്ചോ, ആരും കാണണ്ട. സത്യമായിട്ട് ഞാൻ വലിക്കുവേ. കത്തിച്ചോ. മൂളുന്നതിനിടയിൽ ആദ്യം ഒന്ന് ചുമച്ചിരുന്നു. ശരിക്കും ഒരു പുകയെടുക്കാൻ അറിയില്ലെങ്കിലേ ഈ പണിക്ക് പോകണമായിരുന്നു ഡോക്ടർക്ക്. അറിയില്ലെന്ന് ആര് പറഞ്ഞു? കൊള്ളി കാന്താരി. മതി മതി, ഇനി അത് കളഞ്ഞേക്ക്. ആദ്യ സിഗരറ്റിനൊപ്പം അവളെയും കയ്യിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് മഴയിലേക്കൊന്ന് നോക്കി നിന്നു. പിന്നെ അവളുടെ പിൻകഴുത്തിൽ മെല്ലെ മുഖം ചേർത്ത് വെച്ചു. ഉറക്കത്തിനിടയിൽ ആദിയുടെ ഞരക്കം കേട്ട് അവൾ ഉണരുമ്പോൾ അവനെന്തോ ബുദ്ധിമുട്ടുള്ളതായി അവൾക്ക് തോന്നിയിരുന്നു. അവളെ നിന്നേറ്റ് ആരോടെങ്കിലും വിവരം പറയാമെന്ന് ഓർത്തപ്പോഴേക്കും ആദി അവളുടെ കയ്യിൽ പിടുത്തമിട്ടിരുന്നു. ആദി, നല്ല പനിക്കുന്നുണ്ട്, നമുക്ക് ഹോസ്പിറ്റൽ മാറാം. ഞാൻ ഉപ്പാൻ്റെ അടുത്ത് വണ്ടിയെടുക്കാൻ പറയാം. വേണ്ട, നീ ഇവിടെ ഇരിക്ക്. ആദി, എനിക്ക് പേടിയാകുന്നു, പറയുന്ന കേൾക്ക് പ്ലീസ്. പനിയുടെ അല്ലടാ ഈ അസ്വസ്ഥത, അതുകൊണ്ടാ പറഞ്ഞേ. എങ്ങും പോകണ്ട, നീ എൻ്റെ അടുത്തുണ്ടായാൽ മാത്രം മതി ഈസ. അവൻ ഈസയുടെ കൈ നെഞ്ചോട് ചേർത്തുകൊണ്ട് പറഞ്ഞ ശേഷം അവളെ നോക്കിയൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു.
എന്തിനു ചുമ്മാ പേടിപ്പിക്കുന്നേ? ഇക്കാക്കൊന്നുമില്ല, ബി കൂൾ. കുറച്ച് സമയം കഴിഞ്ഞതും അവൾ ഭയന്നതുപോലെ തന്നെ വായിൽ നിന്നും നുരയും പതയും വന്നവൻ പിടയാൻ തുടങ്ങിയിരുന്നു. അല്പം വേദനയോടെയെങ്കിലും അവൾ ആദ്യം ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഒക്കെ മാറിയെന്ന് തോന്നിയപ്പോൾ നുര തുടച്ചു നീക്കി ഇസ അവനെ ചെരിച്ച് പുതപ്പിച്ചു കിടത്തി. പിന്നെ നെറ്റിയിലൊന്ന് ചുംബിച്ചു. ഇസ. നല്ലൊരു മയക്കം കഴിഞ്ഞതും അവൻ ഇസയെ നിറഞ്ഞ കണ്ണുകളോടെ ഓർത്തുകൊണ്ട് ഉണർന്നു. ഓ, ഞാനിവിടെയുണ്ട്. അവൾ ആദിയുടെ മുടി തലോടിക്കൊണ്ട് പറഞ്ഞു. നീ ഓക്കെ അല്ലേ? ഇരുട്ടിൽ അവളുടെ മുഖം തിരഞ്ഞുകൊണ്ടായിരുന്നു ആദിയുടെ ചോദ്യം. പറഞ്ഞതുപോലെ എനിക്കാണല്ലോ. എൻ്റെ ആദി, ഒന്ന് ഉറങ്ങ്. അപ്പോഴേക്കും അവളുടെ മുഖം തേടിപ്പോയിരുന്ന അവൻ്റെ കൈകളിൽ കണ്ണുനീരിൻ്റെ നനവ് പടർന്നിരുന്നു. നീ പിന്നെ കരഞ്ഞല്ലേ? മോളെ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ പേടിക്കാൻ മാത്രം ഇക്കാക്കൊന്നുമില്ലെന്ന്? എന്നെ വിശ്വാസമല്ലേ നിനക്ക്? പിന്നെയും എന്തിനായി ഇങ്ങനെ? എനിക്ക് പേടിയൊന്നുമില്ല, ഞാൻ പറഞ്ഞിരുന്നല്ലോ മുൻപൊരിക്കൽ. നേരം വെളുക്കാൻ ഇനി അധിക നേരമില്ല. വേണേൽ കിടന്നുറങ്ങും മനുഷ്യ, ഇല്ലെങ്കിൽ ഇരുട്ടത്ത് അങ്ങനെ കണ്ണുമിഴിച്ച് കിടന്നു. ദേഷ്യം കാണിച്ചുകൊണ്ട് അവൾ തിരിഞ്ഞതും ആദിയുടെ വലതുകൈ അവളുടെ വയറിനു മീതെ ഇഴഞ്ഞു ചെന്നു. നീ ഒരു ഡോക്ടറിൻ്റെ ഭാര്യയാണ്, ഇങ്ങനെ പേടിക്കാനൊന്നും പാടില്ല. പോ ആദി, എനിക്ക് പേടിയൊന്നുമില്ല. എന്തിനാ ഞാൻ പേടിക്കേണ്ടത്? ആദിക്ക് എന്തെങ്കിലും പറ്റിയാലും അത് കാണാൻ ഞാനും ഉണ്ടാവില്ലല്ലോ. പിന്നെ എന്തിനെനിക്ക് പേടി? അത്രയ്ക്കുറപ്പാണോ എന്നേക്കാൾ മുന്നേ? ആദിയില്ലെങ്കിൽ ഞാനുമില്ല. ഇടറിയ സ്വരത്തിൽ പറഞ്ഞുകൊണ്ടവൾ അടക്കി പിടിച്ചു കരഞ്ഞു. അവളുടെ മെയ്യിൽ പറ്റിച്ചേർന്ന് ആദിയുടെ കൈക്ക് ആ തേങ്ങൽ അറിയാനായിരുന്നു. അതോടെ അവൻ്റെ കയ്യിൽ അവൾ മണൽ തരി പോലെ തിളങ്ങാൻ തുടങ്ങി. ആദിക്ക, പറഞ്ഞോ കുഞ്ഞു. നാളെ എതിരൊന്നും പറയരുത്, എനിക്കൊപ്പം വന്നോളണം. എവിടേക്ക്? എവിടേക്കാണെങ്കിലും വന്നോളണം. ഷുവർ. നീ ഏത് നരകത്തിലേക്ക് വിളിച്ചാലും ഞാൻ പോരും, പോരെ? നന്നേ പകൽ വെളിച്ചം വീണിട്ടും ക്ഷീണം കൊണ്ട് ആദ്യം നല്ല ഉറക്കമായിരുന്നു. മുറിയിലേക്ക് കയറി വന്ന ഈസമ്മയുടെ കണ്ണുകൾ ഭിത്തിയിലെ ക്ലോക്കിലേക്കാണ് ആദ്യം തിരിഞ്ഞത്. 11 മണിയടിക്കാൻ തിടുക്കം വെച്ച് പായുന്ന വലിയ സൂചിയെ നോക്കിക്കൊണ്ടവൾ ആദിയെ തട്ടി വിളിച്ചു. എണീക്ക് ഇസമ്മ. ആ, ഇസമ്മ തന്നെയാ വിളിക്കുന്നേ, എണീറ്റേ. ഇല്ലെങ്കിൽ ഞാൻ പിള്ളേരെ കൂട്ടി വരും. പിന്നെ കിടന്ന് വിളിച്ചു കൂവിയിട്ട് കാര്യമില്ല, പറഞ്ഞേക്കാം. ഡാർലിംഗ്, നീ എന്ത് രാവിലെ സാരിയൊക്കെ എടുത്തിട്ട്? അതും ബ്ലാക്ക് സാരി, ഓപ്പൺ ഹെയർ. എന്നെ കൊണ്ട് കഴിഞ്ഞതൊന്നും ഓർമ്മിപ്പിക്കാനാണല്ലോ അല്ലേ? എനിക്ക് നിങ്ങളുടെ കിന്നാരൊന്നും കേൾക്കണ്ട. പനി കുറഞ്ഞോ അത് പറ. നെറ്റിയിൽ കൈവച്ച് ആദിയെ നോക്കി ചോദിച്ചു. അതൊക്കെ നിന്നെ പേടിച്ചു പോയടി കുഞ്ഞു ഡോക്ടറെ. അവളെ സാരി തുമ്പിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞ ശേഷം ആദി അവളെ അടുത്തേക്ക് വിളിച്ചു. വരുന്നില്ല, പോയി ഫ്രഷായിട്ട് വന്നേ. പിന്നെ തല നനയ്ക്കണ്ട കേട്ടോ. ശരി ഡോക്ടർ, അങ്ങനെയാവട്ടെ. പോകാം. എങ്ങോട്ടാടി ഇസമ്മേ? മുറിയിൽ നിന്നും ഇസമ്മ പുറത്തേക്ക് ഇറങ്ങിയതും ആദ്യം അവളെ പിന്നിൽ നിന്നും ചുറ്റിപ്പിടിച്ച് അകത്തേക്കിട്ട് വാതിൽ കുറ്റിയിട്ടു. പിന്നെ അവളോട് ചേർന്ന് നിന്നു. അവൻ്റെ നിശ്വാസം വീഴുന്നിടമെല്ലാം പൊള്ളുന്നത് പോലെയുണ്ടായിരുന്നു അവൾക്ക്. അടുത്തു വന്നിരുന്ന ആദിയുടെ നിശ്വാസത്തിൻ്റെ മറുപുറം തേടി അവളുടെ അതിരങ്ങളും മെല്ലെ അവനോടടുത്തു. ഇസമ്മേ, വാതിൽ തുറക്ക്. കുട്ടിപ്പടയുടെ ശബ്ദം കേട്ടതും അവളൊന്ന് ഞെട്ടി. പിന്നെ അതൊരു ചിരിയായി മാറി. എങ്കിലും ആദ്യം അവളെ ബലമായി പിടിച്ചൊരുമ്മ വെച്ചിരുന്നു. എന്താണടി നീയൊന്നും നന്നാവാത്തേ? ഇസമ്മ വാതിൽ തുറന്ന് കുട്ടിപ്പഴക്ക് മുന്നിൽ മുട്ടുകുത്തിയോണ്ട് ചോദിച്ചു. പോടി, ദോഷം പറയരുതല്ലോ. നിന്റെ ടീച്ചിങ്ങിൻ്റെ ഗുണമുണ്ട് പിള്ളേർക്ക്. അങ്കിളിൻ്റെ പനി പോയോ? ശരിക്കും പോയില്ല. അതല്ലേ അങ്കിൾ നിങ്ങളുടെ കൂടെ കളിക്കാൻ വരാഞ്ഞേ? സാരമില്ല, വേഗം മാറൂട്ടോ. താഴേക്ക് വാ രണ്ടാളും. വല്യമ്മ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കൂട്ടിയിട്ട് വരാൻ പറഞ്ഞു. ഇസമ്മ ആദിയോടുകൂടെ പോരാൻ കണ്ണു കാണിച്ച് കുഞ്ഞുങ്ങൾക്കൊപ്പം നടന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് എല്ലാവർക്കും ഒപ്പം കുറച്ച് സമയം ഇരുന്ന ശേഷം ഇസമ്മ ആദിയെയും പിടിച്ചു വലിച്ച് ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. വർഷം മുഴുവൻ ഹോസ്പിറ്റൽ കിടക്കുന്ന എനിക്കൊന്ന് പനി പിടിച്ച് വീട്ടിൽ കിടക്കാൻ പോലും ആഗ്രഹിക്കാൻ പാടില്ലേ മേഡം? ഇല്ല, പാടില്ല. വർഷം മുഴുവൻ ഡോക്ടർ മറ്റുള്ളവരെ സേവിക്കാനല്ലേ ഡോക്ടർ പോകുന്നേ. ഇപ്പോൾ അങ്ങനെയല്ലല്ലോ, സേവനം നമുക്കല്ലേ ആവശ്യം. ഇറങ്ങിയേ. ഹോസ്പിറ്റലിലെത്തിയതും ഇസമ്മ ഡോറ് തുറന്നുകൊണ്ട് പറഞ്ഞു. വേണോടി, എനിക്ക് ഇഞ്ചക്ഷനൊക്കെ വലിയ പേടിയാണ്. തമാശ പോലെ അവൻ മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു. സാരമില്ല, 2 എണ്ണം കൂടുതൽ തരാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. OP ആണോ? അതെ. ഏത് ഡോക്ടറെ കാണാനാണ്? പേര് പറയൂട്ടോ. ഫിസിഷ്യൻ ആരാ ഉള്ളത്? തനുഷ മേഡമാണ്. 1 മണി വരെ ഉണ്ടാവുകയുള്ളൂ. ഡോക്ടർ തനുഷ മെഹ്റൂഫ്? ആദിയിടയിൽ കയറി ചോദിച്ചു. ആദിയുടെ മുഖത്തെ ആകാംക്ഷ കണ്ടതും ഇസയ്ക്ക് എന്തൊക്കെയോ കത്തി.
അതെ സർ. ഓ സോറി, മേഡത്തിൻ്റെ ഒപ്പി വേണ്ട. ആദി. ആദിയുടെ ദേഹത്ത് ചാരുന്ന് ചിരിച്ചുകൊണ്ടാണ് അവനൊപ്പം അവൾ തിരിഞ്ഞു നടന്നത്. ഇത് നിങ്ങളുടെ മറ്റവളാണോ? ആണോ മനുഷ്യ പറ. ആദിയുടെ താണുപോയ മുഖം കയ്യിലെടുത്തായിരുന്നു അവളുടെ ചോദ്യം. ആദ്യം മെല്ലെ മൂളി. ഇതിനൊക്കെ ഒരു യോഗം വേണം മോനെ ആദി. ഞാൻ പോയി ഒ.പി ടിക്കറ്റ് എടുത്തിട്ട് വരാം. ഞാനൊന്ന് കാണട്ടെ നിങ്ങളുടെ മാടനെ, അല്ല മാടപ്രാവിനെ. ഇസ വേണ്ട. വേണോ ആദി? എക്സ്ക്യൂസ് മീ മാഡം, തനുഷ മേഡത്തെ തന്നെ കാണണം. ഒ.പി എടുത്തോളൂ കേട്ടോ. പേര് ആദിൽ. ഇസ, ഇതൊക്കെ വലിയ കഷ്ടമാണ്. എനിക്ക് അവളെ കാണണ്ട. ഇവിടെ വേറെയും ഡോക്ടേഴ്സ് ഉണ്ടല്ലോ. വേണം, നമുക്കിവരെ തന്നെ വേണം. ദേ നമ്മുടെ നമ്പർ വിളിക്കുന്നു, വാ പോകാം. ഇസ, മിണ്ടരുത്, കൂടെ വാ. ഇസ തെല്ലു ദേഷ്യത്തോടെയൊന്ന് വിളിച്ച ശേഷം അവളുടെ ചുമലിൽ മുഖം പൂഴ്ത്തിക്കൊണ്ട് അകത്തേക്ക് നടന്നു. എന്തുപറ്റി? തീരെ വയ്യെന്നുണ്ടോ? ആണെങ്കിൽ നഴ്സ് ദേ അങ്ങോട്ട് കൊണ്ടുപോയി കിടത്തിക്കോളും. തനുഷ നഴ്സിനെയും ഇസമയെയും നോക്കി പറഞ്ഞുകൊണ്ട് സ്റ്റെതസ്കോപ്പ് എടുത്ത് കഴുത്തിലേക്കിട്ടു. ഏയ് അത്രയ്ക്ക് കുഴപ്പമൊന്നുമില്ല അല്ലേ ആദി? അവളത് ചോദിച്ചുകൂടി ആദ്യ മുഖമുയർത്ത് തയ്യാറായില്ല. പക്ഷേ അവൻ്റെ പേര് തനുഷയിലൊരു നടുക്കമുണ്ടായിരുന്നു. ഇസിനോ അതിനോ കാണാനുള്ളൊരു കുളിലായിരുന്നു. പേഷ്യൻറ്റിൻ്റെ ഫയൽ എവിടെ? ഇരിക്കൂ. നഴ്സിനോട് ചോദിച്ചുകൊണ്ട് അവൾ അവരോട് ഇരുന്നോളാമെന്ന് കൈ കാണിച്ചു. എന്തുകൊണ്ടോ ആദ്യം അന്നേരമെല്ലാം ഇസയിലേക്ക് ഒതുങ്ങിക്കൊണ്ടിരുന്നു. ഹേയ് ഇവിടെ നോക്കു മാഷേ, എന്തു പറ്റിയതാ? ചോദ്യത്തിനിടെയാണ് അവൾ നഴ്സ് കൊണ്ടുവന്ന ഫയൽ നോക്കിയത്. അതേസമയം ഇസമ്മയുടെ നിർബന്ധം കാരണം ആദ്യം അവളെ മുഖം തിരിച്ചൊന്ന് നോക്കുകയും ചെയ്തു. അതോടെ തനുഷയാകെ മരവിച്ച മട്ടിലായി. തനുഷയിലെ നടുക്കമൊപ്പം ആസ്വദിച്ച് നിന്നത് ഇസമ്മ മാത്രമായിരുന്നു. ആദിയുടെ മുഖത്ത് പ്രത്യേകിച്ചൊരു മാറ്റമുണ്ടായിരുന്നില്ല. ആദി, നീ എന്താ ഇവിടെ? എന്താ നിനക്ക് പറ്റിയേ? അവളുടെ പെട്ടെന്നുള്ള വേവലാതി കണ്ടതും ഇസാദിയുടെ കൈ കോർത്ത് പിടിച്ചു. ആദ്യം അവളെ ഒന്ന് നോക്കിയിട്ട് തനുഷയോട് മറുപടി പറഞ്ഞു. ചെറിയൊരു പനി, അത്ര തന്നെ. ഡോക്ടർ വേഗം ചെക്കപ്പ് എടുത്ത് മെഡിസിൻ എഴുതിയാൽ എനിക്കങ്ങ് പോകാമായിരുന്നു. ആദി ചെറുചിരിയോടെ പറഞ്ഞു. ആദിയെ തേച്ചിട്ട് പോയ തനുഷയെ ഒന്ന് കാണാനാണ് ഇസം ആകാംക്ഷയോടെ ചെന്നതെങ്കിലും ആദിയെ അവളൊന്ന് തൊടുന്നത് പോലും സഹിക്കാൻ കഴിയുന്ന ആളായിരുന്നില്ല ഇസ. ആദിയുടെ വൈഫൈ ഭയങ്കര കെയറിങ് ആണെന്ന് തോന്നുന്നുണ്ടല്ലോ. നിന്നെ തേച്ചിട്ട് പോയ കാമുകിയാണ് ഞാനെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവുമല്ലേ? ഞാൻ തന്നെ ഫോട്ടോയിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. എങ്കിലും പെട്ടെന്ന് കണ്ടപ്പോൾ ആളെ മനസ്സിലായില്ല. ആദ്യം എല്ലാത്തിനുള്ള മറുപടി ചിരിയിലൊതുക്കിയതും തനുഷ സ്റ്റെതസ് എടുത്ത് അവനെ പരിശോധിക്കാൻ തുടങ്ങി. കുഴപ്പമൊന്നുമില്ലടാ, ഒരു കുട്ടിപ്പനിയാണ്. മെഡിസിൻ എഴുതിയിട്ടുണ്ട്, മാറിക്കോളും. അവൾ ഇസയെ നോക്കി ചിരിയോടെ പറഞ്ഞതും ആ ചിരി അത്ര ബോധിക്കാത്തവണ്ണം അവളൊന്ന് ചിരിച്ചുവെന്ന് വരുത്തി. ഞാൻ പറഞ്ഞപ്പോഴാണല്ലേ വിശ്വാസക്കുറവും പേടിയുമൊക്കെ. ഇപ്പം എല്ലാം തീർന്നില്ലേ? എന്തിനു പേടിക്കുന്നേ? ചെറിയൊരു പനിക്ക് ഇത്ര വലിയ പേടി എന്തിനാടോ? ഹസ്ബൻഡ് തന്നെ ഡോക്ടറാണ്, എന്നെ വന്ന് കാണേണ്ട ആവശ്യമില്ല. അത് ആദിക്ക് ഇന്നലെ കൂടി സിഷർ വന്നിരുന്നു, അതുകൊണ്ട് പേടി തോന്നി, അതാ ഞാൻ. എന്നെ സമാധാനിപ്പിക്കാൻ ആദി എപ്പോഴും ഒന്നുമില്ലെന്നാ പറയുക. തനുഷ അതറിയുന്നത് ആഗ്രഹിക്കാത്തതുപോലെ ആദി വേഗം മുഖം താഴ്ത്തി. അതെപ്പോ ആദി, നിനക്ക് അങ്ങനെയൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ? ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട്. എത്ര നാളായി സ? കല്യാണത്തിന് മുന്നേ തന്നെ തുടങ്ങിയതാണോ അതോ ഈ അടുത്തെങ്ങാനും? ആദി മെഡിസിൻ കഴിക്കുന്നുണ്ടോ? അവൾ ഇസയോടാണ് ചോദിക്കുന്നതെങ്കിലും ആദിയായിരുന്നു മറുപടി പറഞ്ഞത്. തനു, ശരിക്കും പറഞ്ഞ നിന്റെ മാരേജിൻ്റെ അന്ന് മുതലാണ് ഇതിൻ്റെ തുടക്കം. രണ്ടുപേരുടെയും സംശയങ്ങളൊക്കെ തീർന്നില്ലേ? ഇനി എനിക്ക് പോകാമല്ലോ. അത്രമാത്രം പറഞ്ഞെന്ന് ചിരിച്ച ശേഷം ആദി പുറത്തേക്ക് നടന്നു. പിന്നാലെ ഇസയും. ആദി. അവളുടെ വിളി കേട്ടതും ആദിയുടെ കാലുകളുടെ വേഗത കുറഞ്ഞിരുന്നു. ആദിക്ക് വിഷമമായോ തമ്മിൽ കണ്ടപ്പോൾ? അവളുടെ കണ്ണുകളുടെ ഇടർച്ച കണ്ട് അവന് നേരെ പറയാൻ തോന്നിയിരുന്നില്ല. എന്തിനാടാ? അങ്ങനെ ഒന്നുമില്ല. നീ എൻ്റെ കൂടെയുള്ളപ്പോൾ ഇല്ലടാ, അങ്ങനെയൊന്നും തോന്നിയത് കൂടിയില്ല. കുറേ കാലം കൂടി ഒരു ഫ്രണ്ടിനെ കണ്ടതുപോലെ, അത്രമാത്രം. ആദ്യം അവളെ കൈക്കുള്ളിൽ ചേർത്തുകൊണ്ട് പറഞ്ഞു. ഉറപ്പാണോ? നീയാണേ, അല്ലെങ്കിൽ വേണ്ട, ഞാനാണേ സത്യം. പോരേ? പോരാ. അവൾ തലവെട്ടിച്ചുകൊണ്ട് അവൻ്റെ കൈക്കുള്ളിൽ ചേർന്ന് ഹോസ്പിറ്റൽ വരാന്തയിലൂടെ നടക്കുമ്പോഴാണ് നഴ്സ് ഫയലുമായി പിന്നാലെ ഓടിച്ചെന്നത്.